ഇന്ന് സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതമുണ്ടെങ്കിൽ, ഒരു വിശ്വാസ സംസ്കാരമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. എന്തുകൊണ്ട്? അത് കാലാതിവർത്തിയാണ്, അത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവികമാണ്. എത്രയെത്ര സിദ്ധാന്തങ്ങൾ, മനുഷ്യനിർമ്മിതമായ സിദ്ധാന്തങ്ങൾ ഇവിടെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക നൂറ്റാണ്ടിൽ ചർച്ചയാവുകയും പിന്നെ കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റപ്പെടുകയുമാണ് ചെയ്യാറുള്ളത്. ഇസ്ലാം അങ്ങനെയല്ല, അത് നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ ജീവിതവുമായി സംവദിക്കുന്ന ജീവനുള്ള ഒരു ദർശനമായതുകൊണ്ടാണ് അത് എപ്പോഴും ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളിൽ വ്യക്തത നൽകാൻ കഴിയില്ലെങ്കിലേ ഈ വിവാദങ്ങളെയൊക്കെ ഭയക്കേണ്ടതുള്ളൂ. ഇസ്ലാമിന് അങ്ങനെ ഒരു ഭയമില്ല. ഏത് വിഷയം ചോദിക്കേണ്ട അർത്ഥമേ ഉള്ളൂ. അതിന് വിശദീകരണം കൊടുക്കാൻ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാമിലുണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറഞ്ഞതുപോലെ ഇതിലും വലിയ ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യാൻ കടന്നു വന്നിട്ടും അവരുടെ മുമ്പിൽ ഉജ്ജ്വലമായി ഇസ്ലാമിന്റെ ഏതൊരു വിഷയത്തെയും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ മുൻഗാമികൾ കടന്നു വന്നിട്ടുള്ളത്. അവർ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. അന്നുയർന്ന വാദങ്ങളല്ലാതെ, അതിന്റെ പകർപ്പുകളല്ലാതെ ഇന്നും ഒരാൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇസ്ലാമിക പ്രബോധകന്മാർക്കും ആ ദീർഘദർശികളായ ആ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിൽ നൽകിയ ആ മറുപടിയിൽ തന്നെ നിന്നുകൊണ്ട് ഈ വിവാദങ്ങളോട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.